ദിവസം ഞാൻ ലുലുന്ന് വാങ്ങിയ ആപ്പിളാട്ടോ. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ലുലുവിൽ പോയില്ലേ, അപ്പോൾ വാങ്ങിയതാണ്. ഈ ആപ്പിൾ കുറച്ച് നാൾ വരെ നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കുറച്ച് നാൾ വരെ കേട് കൂടാതിരിക്കും. അത് ഞാൻ അറിഞ്ഞത് അതിൻ്റെ മുകളിൽ നമ്മളൊരു വാക്സ് ഉണ്ടല്ലോ, ആ വാക്സ് കണ്ടിട്ട് നമ്മൾ പറയും അത് കുത്തിവെക്കുന്നതാണ്, അത് കൊള്ളില്ല, വാക്സ് കഴിച്ചുകൂടാന്നൊക്കെ പറയും. അതിൻ്റെ ആ വാക്സാണ് ഈ ആപ്പിളിന് ഒരുപാട് നാൾ പുറത്ത് മരത്തിൽ നിന്ന് പറിച്ചാലും സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഇത് കൊടുക്കുന്നത് ആ വാക്സ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അന്ന് വാങ്ങിച്ച ആപ്പിൾ ഇതുവരെ ഒന്നും ചെയ്തില്ല, നല്ല മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടൊക്കെ നിന്നപ്പോഴേക്കും ഒരു ബ്രൊക്കോളി സൂപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് ബ്രൊക്കോളി എടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തു. ഒരു സവോള, കുഞ്ഞ് ബ്രൊക്കോളി ആയിരുന്നു, അതിനനുസരിച്ചിട്ടുള്ളൊരു കുഞ്ഞ് സവോള, കുറച്ച് വെളുത്തുള്ളി കൂടുതലെടുത്തു കേട്ടോ. ഇത് മൂന്നും കൂടി ഞാൻ എന്ത് ചെയ്തു, ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തു. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ടായി വരും കേട്ടോ. വേറൊന്നുമില്ല, ബ്രൊക്കോളി, സവോള, വെളുത്തുള്ളി. എന്നിട്ട് ചോപ്പ് ചെയ്യണത് ഓപ്ഷനിലാണ്. ഞാൻ ചോപ്പ് ചെയ്ത് അതാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടെല്ലാം ഒന്ന് സോട്ടായി വരും. പിന്നെ ബട്ടറോ നെയ്യോ എന്തെങ്കിലും എടുക്കുക. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നെയ്യ് എടുത്തു. ഒലിവ് ഓയിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നെയ്യാണ് എൻ്റെ കയ്യിലുള്ളത്. നെയ്യ് എടുക്കുക, കുറച്ച് ഒഴിക്കുക, പാനിൽ ഒഴിക്കുക, ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാടിട്ട് മൂപ്പിച്ച് വാട്ടിയൊന്നും എടുക്കണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഉപ്പും കുരുമുളകും ഇടും കേട്ടോ. വാട്ടുന്ന സമയത്തേക്ക് സോർട്ട് ചെയ്യുന്ന സമയം കുറച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച ശേഷം തണുപ്പിക്കാൻ വയ്ക്കുക. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. നമ്മുടെ സൂപ്പ് റെഡി. അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോൾ വെള്ളം കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ പേസ്റ്റാക്കി എടുക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഫ്രഷ് ക്രീമോ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പേസ്റ്റാക്കി എടുത്തപ്പോൾ കുറച്ച് തിക്കായിരുന്നു, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചൂടോടൊക്കെ അല്ലേ കുടിക്കാനായിട്ട്. പക്ഷേ ഞാൻ എപ്പോഴും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. സത്യമായിട്ടും പറയാമല്ലോ, ഞാൻ ഫ്രഷ് ക്രീം ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ 3 സാധനം നെയ്യ്, ഉപ്പ്, കുരുമുളക് ഇത്ര മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ, നല്ല സൂപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേദയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്രൊക്കോളി സൂപ്പ് ആക്ച്വലി ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഹെൽത്തി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, വീട്ടിലുള്ള 1-2 സാധനങ്ങൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രൊക്കോളി സൂപ്പ്.